Yes, good afternoon. Good afternoon, sir. Good afternoon. Good afternoon. Yes. Okay. Good afternoon. Okay. Start ചെയ്താലോ? Let us start. Okay അല്ലേ? Okay. Okay. ശരി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആണ്. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് കണ്ടുപിടിക്കാൻ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഓർമ്മയുണ്ടോ? ആരും പ്രതികരിക്കാതെ? ശരി. അതിന്റെ അകത്ത് സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ സിമ്പിൾ പാസ്റ്റിന് സംശയമില്ല എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകും. നോ ഡൗട്ട്. ഓക്കെ. എന്നാലും എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 വാചകം പറയുകയാണ്. അത് നിങ്ങളൊന്ന് സിമ്പിൾ പാസ്റ്റിലോട്ട്, സിമ്പിൾ പാസ്റ്റ് ആണ് അത് രണ്ടും. അത് നിങ്ങളതൊന്ന് പാസീവ് വോയിസ് ആക്കിയിട്ട് നമുക്ക് അടുത്തിലോട്ട് പോകാം. ഓക്കെ. യെസ്, ഒരു വാചകം എഴുതിക്കും. ശ്യാം, SYAM, ശ്യാം painted, PAINTED, painted a tree, TREE. ശ്യാം painted a tree. ഇതിന്റെ പാസീവ് വോയിസ് എന്ന് എഴുതി. ഇത് നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കേസാണ്. ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ റിവൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സെന്റൻസ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ശ്യാം പെയിന്റഡ് എ ട്രീ. ഓക്കെ. വിദ്യ, ബിന്ദു, അനുഷ, ഞാൻ, ജബീർ, ചിന്നു ജോസ്, ഹർഷ ട്രീ. ഓക്കെ. ദൃശ്യ, ഓക്കെ. മുബീന, ഓക്കെ. നസീമ, ശ്രുതി, ഓക്കെ. അപ്പൊ ഇനി കഴിഞ്ഞ ക്ലാസ് ഇല്ലാതിരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഇത് പറയുകയാണ്. ഓക്കെ. ശിഖ, പാസീവ് വോയിസ് സിമ്പിൾ പാസ്റ്റിൽ എഴുതുമ്പോൾ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക, അത് ആദ്യം എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വെർബ് എന്ന് ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സൗണ്ട് കുറവാ, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ
പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ മനോഹരമായിട്ട് അത് എഴുതി ഒരെണ്ണം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ലാസ്റ്റ് മാക്ബത്ത്. അടുത്ത് മാക്ബത്ത്, MACBETH. മാക്ബത്ത്. killed, KILLED, killed. Duncan, D capital letter, DUNCI. Macbeth killed Duncan. Macbeth killed Duncan. Okay. ലാസ്റ്റത്തെ വേർഡ് ഒന്നുകൂടെ പറയാമോ സാറ്? Duncan, D capital letter, DUNCI. Duncan. Macbeth killed Duncan. ഇത് അറിയാലോ. മാക്ബത്ത് ഏത് കഥാപാത്രമാണെന്ന് അറിയാലോ. ഓക്കെ, വെരി ഗുഡ്. നൗഷിദ, വെരി ഗുഡ്. ഓക്കെ. അനുഷ, ഷാമിന, ദൃശ്യ. ഓക്കെ. ഷിഗ. ഓക്കെ. അർച്ചന, ശ്രുതി. ഓക്കെ. ശ്രുതി, അർച്ചന, ശ്രുതി. ഓക്കെ, ശരിയായി. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലായെന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. കുറച്ച് കാര്യങ്ങൾ നേരത്തെ അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് നമുക്ക് കുറച്ച് എളുപ്പത്തിലായി. അപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, വാസ്തവത്തിൽ വേറെ എഴുതുന്നു, ഒരാളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. അപ്പൊ ഇത്രയും സമയം ഞാൻ പറഞ്ഞത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ പാസ്റ്റിലെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇനി നിങ്ങൾ കൂടെ ആലോചിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റിന് തന്നെ വേറൊരു വാചകം പറയുന്നു. എഴുതിക്കോ. ഡിഡ്, DID, ഡിഡ് anybody, ANY BODY, anybody disturb, DISTURB, disturb him, him at our, HOUR, an hour ago. An hour, പറയാം. An hour ago. ഞാൻ ഒന്നുകൂടി പറയാം. Did anybody, ANY BODY, anybody disturb, DISTURB, disturb him an hour, HOUR, an hour ago, AGO, an hour ago. ഫസ്റ്റ് ഡിഡ് എന്നാണോ? ഫസ്റ്റ് ഡിഡ് എന്നാണ്.
ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം ആൻ അവർ അഗോ? നൗഷിദ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൂടി ആലോചിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റലിജൻസ് നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് വിശദീകരിക്കുന്നതിന് മുമ്പേ പറഞ്ഞതാണ്. ഇത് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി, കറക്റ്റ് ശരിയാവുക. Did anybody disturb him an hour ago? 1 മണിക്കൂർ മുമ്പ് ആരെങ്കിലും അവനെ ശല്യം ചെയ്തു. അഞ്ജന ശരിയുടെ അരിയത്തൂടെ പോയിട്ടുണ്ട്, ചെറിയ മിസ്സായിരുന്നു. ഞാൻ തന്നിരിക്കുന്ന വാചകം കഴിഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഉണ്ട്. ഇതിന്റെ ആദ്യം വന്നുകൊണ്ട് ഒരു ചോദ്യമാണത്. Did anybody okay. അപ്പൊ നൗഷിദ അതിനകത്തിന്റെ ആൻസർ കൂടി കയറി വന്നു. ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നസീന, ഷഫീന ചെറിയൊരു മിസ്റ്റേക്കിനത് പറ്റിയിട്ടുണ്ട്. ജബീറിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ആതിര രാജീവും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ബിന്ദു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, വീട്ടിൽ വേണ്ടി ഞാൻ പറയാം. ഓക്കെ, ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം ആൻ അവർ അഗോ? ആരെങ്കിലും 1 മണിക്കൂർ മുമ്പ് അവനെ ശല്യം ചെയ്തു. ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഒബ്ജക്റ്റ് ഏതാണ്? അവനെ. ആരെ ശല്യം ചെയ്തു? അവനെ. ഹി നമുക്ക് പുറത്ത്. അപ്പൊ ഹിം ആണ് ഒബ്ജക്റ്റ്. ആ ഹിം നമ്മൾ തുടങ്ങുമ്പോൾ എന്തായാലും മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹി ആക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹി നമ്മൾ ആദ്യം എഴുതി, ഹി. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഇനി വാസ് അല്ലെങ്കിൽ വേറെ, ഹീയുടെ കൂടെ ഇത് വരും, വാസ് വരും. അപ്പൊ ഹി വാസ്. ഇനി ഡിസ്റ്റർബ് ആണ് ഇവിടുത്തെ വെർബ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡിസ്റ്റർബ്, 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 DISTURB. അപ്പൊ he was disturbed. പിന്നെ അതിന്റെ സെന്റൻസിൽ ബാക്കിയുള്ളത് an hour ago. He was disturbed an hour ago. പൂർത്തിയായിട്ടില്ല, നോക്കുക. ഈ തന്നിരിക്കുന്ന വാചകം ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ പാസീവ് വോയിസും ഒരു ചോദ്യമായിട്ട് എഴുതണം. അതുകൊണ്ട് ആ he was disturbed എന്നുള്ളതിന് പകരം ആ വാസ് എടുത്തിട്ട് ആദ്യം പറയും, വെർബ് എടുത്തിട്ട് ആദ്യം പറയും. അപ്പൊ എന്ത് പറയും? വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻ അവർ അഗോ. ഇതാണ് അതിന്റെ കറക്റ്റ്. വാസ് ഹി ചോദ്യമാകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വാസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻ അവർ അഗോ.
ഇത് ശരിയാക്കിയത് വിദ്യയാണ്. ആദ്യം ശരിയാക്കിയത് വിദ്യ. ഓക്കെ, കൺഗ്രാജുലേഷൻ, വെരി ഗുഡ്. അപ്പോ ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് മാത്രമല്ല, ഇതൊരു ചോദ്യവുമായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റി. അപ്പൊ അത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് പറയാതെ നിങ്ങളെ ഐക്യു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ സെന്റൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം? ഓക്കെ അത് പറയാം, കൂടി പറയാം. നോക്കൂ. ഓക്കെ, ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം ആൻ അവർ അഗോ? ആരെങ്കിലും, അപ്പൊ ഡിഡ് ഈ സെന്റൻസ് ഡിഡ് ഉണ്ട്, കൂടാതെ ഡിസ്റ്റർബ് പ്രസന്റൻസ് ആണ്. അപ്പൊ ഡിറ്റും പ്രസന്റൻസും വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണോ മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സംഗതി സിമ്പിൾ പാസ്റ്റ് ആണ് സെന്റൻസ്. സിമ്പിൾ പാസ്റ്റ് ആയ ഒരു സെന്റൻസിന്റെ പാസീവ് വോയിസ് എഴുതേണ്ട ക്രമവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓബ്ജക്റ്റ് എഴുതുക, വാസില്ലെങ്കിൽ വേറെ എഴുതുക, കറക്റ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാം. ഹിം ആണ് ഓബ്ജക്റ്റ്. അപ്പൊ ഹിം നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് പാസീവ് വോയിസ് എഴുതുമ്പോൾ ഹിം എന്നുള്ളത് ഹി എന്ന് മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹി എന്ന് എഴുതി. ഇനി നമ്മൾ പാസീവ് വോയിസ് എഴുതേണ്ട ആ ക്രമം ഒന്ന് നോക്കാം. ഓബ്ജക്റ്റ് കഴിഞ്ഞു, ഇനി വാസ് അല്ലെങ്കിൽ വേറെ വേണം. അപ്പൊ ഹീയുടെ കൂടെ വരുന്ന വാസാണ് ഹി വാസ്. ഡിസ്റ്റർബ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡിസ്റ്റർബ്ഡ്, DISTURBED, ഡിസ്റ്റർബ്. പിന്നെ അതിനകത്ത് ബാക്കി നിൽക്കുന്ന ഏതാണ്? ആൻഡ് അവർ എഗോ എന്നുള്ളതും കൂടിയും ബാക്കി നിൽക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ എഴുതി ഹി വാസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് അവർ എഗോ. പാസീവ് വോയിസ് റെഡിയാണ്. ഇനി നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കുകയും ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം ആൻഡ് അവർ എഗോ, അതൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആരെങ്കിലും അവനെ ശല്യം ചെയ്തോ? നമ്മള് ഉത്തരത്തിൽ ഇപ്പൊ വന്നിരിക്കുന്നത് ഹി വാസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് അവർ എഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനെ 1 മണിക്കൂർ മുമ്പ് ശല്യം ചെയ്തു എന്നാണ്. അപ്പൊ ചോദ്യത്തില് ശല്യം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസീവ് വോയിസിലും ശല്യം ചെയ്തോ എന്ന് തന്നെയായിരിക്കും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഹെൽപ്പിംഗ് വെർബായ വാസ് എടുത്ത് ആദ്യം പറഞ്ഞു. വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻഡ് അവർ എഗോ എന്ന് പറയുമ്പോഴാണ് ശരിയാവുന്നത്. അവനെ ആരെങ്കിലും ശല്യം ചെയ്തോ? ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാചകം ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം ആൻഡ് അവർ എഗോ എന്നുള്ളത് ചോദ്യമായതുകൊണ്ട് അതിന്റെ പാസീവ് വോയിസ് നമ്മൾ ചോദ്യമാക്കി തന്നെ മാറ്റണം. അതുകൊണ്ടാണ് വാസ് ആദ്യം വരാനുള്ള കാരണം. അപ്പൊ തന്നിരിക്കുന്ന വാചകം പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണോ ക്വസ്റ്റ്യൻ ആണോ എന്ന് ആദ്യം നോക്കണം. ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ വാസ് അല്ലെങ്കിൽ ഈസ് അങ്ങനെയുള്ള വാക്കുകൾ ആദ്യം ചേർത്ത്. യെസ്, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും പറയണമെങ്കിൽ സംശയം, ഏത് വശത്താണ് സംശയം എന്ന് പറയും, എവിടെയാണ് എന്താണ് പറഞ്ഞത് ഒന്നുകൂടി പറയാം. വായിക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞതൊക്കെ വളരെ എളുപ്പത്തിലുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത്. കാരണം അത് നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എളുപ്പമുള്ളത് പറഞ്ഞത്. ഇനി നേരത്തെ നിങ്ങളുടെ പുതിയ പരീക്ഷിച്ചതുപോലെ ഞാൻ ഒരു വാചകം ഒരു വാചകം കൂടി ഒന്ന് മാറ്റി പറയട്ടെ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, എഴുതിക്കോ അടുത്തത്. കാരണം എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. They did not help her last month. They did not help her last month. അവർ അവളെ കഴിഞ്ഞ മാസം സഹായിച്ചില്ല. They did not
help her last month. They did not help her last month. അന്ന് എഴുതി നോക്കി. നൗഷിദ എഴുതി. അനിഷ എഴുതി. നസീമ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അഞ്ചു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ജബീർ, ഷഫീന, അർഷന, വൈകത്തോടെ ലാസ്റ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ബിന്ദു, ഡോക്ടർ രഞ്ജു. ഓക്കെ 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 ശരി. ഓക്കെ, റെഡി. ഇതിപ്പോ അനീഷയുടെ ആദ്യം കറക്റ്റ് ചെയ്ത് ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതി കഴിച്ചത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നോക്കി ഇനി ആൻസർ പറയാം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അനുകൂൽ. ഓക്കെ, അത് ഞാൻ എന്റെ ആൻസർ പറയാം. ഇപ്പൊ മിക്കവരും ശരിയാക്കിയിട്ടുണ്ട്. ദേ ഡിഡ് നോട്ട് ഹെൽപ്പ് ദർ ലാസ്റ്റ് മന്ത്. അവരവളെ കഴിഞ്ഞ മാസം സഹായിച്ചില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓബ്ജക്റ്റ് എന്ന് കണ്ടുപിടിക്കും. എന്താണ് ഇത്? സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഹെൽപ്പ് എന്ന് പറയുന്ന വാക്ക് വന്നപ്പോ നിങ്ങൾ പ്രസന്റേഷൻ എന്ന് വിചാരിക്കരുത്. കാരണം ആ സെന്റൻസിൽ ഒരു ഡിറ്റ് കിടപ്പുണ്ട്. ഡിറ്റും വെർബിന്റെ പ്രസന്റേഷനും വന്നാൽ അത് പാസ്റ്റ് ടെൻസ് ആണ് വിചാരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോ ദേ ഡിഡ് നോട്ട് ഹെൽപ്പ് ഹർ സിമ്പിൾ പാസ്റ്റ് ആണ് പറഞ്ഞത്. നിയമങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് തന്നെ ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വെർബിന്റെ പാസ്റ്റ് പാർട്സ്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഹർ, അവളെ. അത് നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഷീന്നാക്കി മാറ്റി. ഷീയുടെ കൂടെ വാസ് അല്ലെങ്കിൽ വേറെ എന്ത് വരും? വാസ് വരും. ഷീ വാസ്. പിന്നെ ഇവിടെ ഡിഡ് നോട്ട് എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ ആ നോട്ടിനോട് ചേർക്കുക. ഷീ വാസ് നോട്ട്. ഹെൽപ്പ് എന്ന് പറയുന്നതാണ് വെർബ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്. ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത്. പിന്നെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ളത് ബൈ ദം. ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത് ബൈ ദം. ഓക്കെ, ഒന്നുകൂടി നിങ്ങളുടെ ഇന്റലിജൻസ് സ്റ്റേറ്റ്മെന്റ് ഒരു ചോദ്യം കൂടി പറയണം. യെസ്, ഗെറ്റ് റെഡി. നിങ്ങളൊക്കെ ചിന്തിക്കുന്ന കൊടുത്തിട്ടുണ്ടോ? ഐ അപ്രീഷിയേറ്റ് എവരിബഡി. വെരി ഗുഡ്. ഡിഡിന്റ്, DIDN apostrophe T. Didn't, DIDN apostrophe T. Didn't anybody, ANYBODY. Didn't anybody, IRON, the shirt, SHIRT, shirt,
yesterday. YESTERDAY. ഒന്നുകൂടി പറയാം. Didn't anybody iron the shirt yesterday? ആരെങ്കിലും ഇന്നലെ എന്റെ ഷർട്ട് തേച്ചില്ലേ? ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ജബീറെ, ഒന്നുകൂടി നോക്ക്. ശരിയായി, തുടക്കത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അർച്ചന എഴുതി. ചെറിയൊരു മിസ്റ്റേക്ക് തുടക്കത്തില്. ജമീറെ ഒരു വാക്ക് പിന്നെ അത് കൂടിപ്പോയി, 2 നെഗറ്റീവായി. നസീം എഴുതി. ബിന്ദു തുടക്കത്തിൽ ചെറിയ വിഷയമുണ്ട്. ബിന്ദു. ശ്രുതി. ഷഹന ചെറിയ മിസ്റ്റേക്ക് തുടക്കത്തിലുണ്ട്. നൗദ എഴുതി. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്നും കൂടി ഒന്ന് റെഡിയാക്കി ചെയ്യാൻ മതി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാനിത് പറയാം കേട്ടോ, നോക്കിയോ. യെസ് 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 യെസ്, ഓക്കെ ഓക്കെ. ശരി ഭൂമിയില. ഓക്കെ, അപ്പൊ നോക്കാം. Didn't anybody iron the shirt yesterday? തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണ്, നമുക്കറിയാം. എങ്ങനെ മനസ്സിലായി? ഡിഡിന്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് നമുക്ക് മനസ്സിലായി. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. വാസനെങ്കിലും വേറെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. എന്റെ ഷർട്ട് ആരും ഇന്നലെ തേച്ചില്ലേ? എന്ത് തേച്ചില്ലേ? ഷർട്ട്. എന്റെ ഷർട്ട് അല്ല, ഷർട്ട്. ഷർട്ടാണ് ഓബ്ജക്റ്റ്, അത് നമ്മൾ ആദ്യം എടുത്തത്, ഷർട്ട്. ഇനി അതിവിടെ വാസു വരും, വേറെ ഒരു വാസു വരും, വാസ്. പിന്നെ അതിൻ്റെ അകത്ത് ഡിഡിന്റ് എന്നാണ്, ഡിഡിന്റ്. അപ്പൊ നമുക്ക് വാസ് നോട്ട് എന്നാണ്, വാസ് നോട്ട്. അയേൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് അയേൺഡ്, IRONED, അയേൺ യെസ്റ്റർഡേ. അപ്പൊ നോക്കിയേ, ഷർട്ട് വാസ് നോട്ട് അയേൺഡ് യെസ്റ്റർഡേ ബൈ എനിബഡി. അവിടെ നിൽക്കട്ടെ, ബൈ തുടങ്ങിക്കോളാം. അപ്പൊ ഷർട്ട് വാസ് നോട്ട് അയേൺഡ് യെസ്റ്റർഡേ,
ഈ ചോദ്യത്തിന് ഡിഡിന്റെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ഡിഡ് എനിബഡി ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ സെന്റൻസ് പലപ്പോൾ പറഞ്ഞു. ആ വാസ് നമ്മൾ ആദ്യം പറഞ്ഞത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മള് വാസും പിന്നെ നെഗറ്റീവ് ആയിരുന്ന നോട്ടും കൂടി ഒരുമിച്ച് കണ്ടു. അപ്പൊ വാസ് നോട്ടെന്ന് എഴുതണ്ട, പകരം അത് ഒരുമിച്ച് ചേർത്തിട്ട് വാസിൻ എഴുതിയാൽ മതി. വാസിൻ the shirt, WASN apostrophe വാസിൻ the shirt ironed yesterday. ഇതും ആദ്യം എഴുതി കാണിച്ചത് വിദ്യയാണ്. ഓക്കെ, വെരി ഗുഡ്. വാസിൻ the shirt ironed yesterday. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാണെങ്കിൽ ചോദിക്കും. If you have any doubt, ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ചോദിക്കും. പറഞ്ഞത് നേരത്തെ നമ്മൾ വാസായിട്ട് ആദ്യം, ഇന്നിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ കാര്യം സെന്റൻസിൽ വാസം ആദ്യം ചേർത്ത് ചോദ്യമാക്കാൻ പറ്റും. ഇവിടെ വാസ് നോട്ട് ചെയ്യാറ്. ഓക്കെ പറയാം നോക്ക്. ഓക്കെ പറയാം നോക്ക്. ഈ സെന്റൻസ് വിട്ടിട്ട് ഏറ്റവും ആദ്യം ഇന്ന് നമ്മൾ എഴുതിയത് ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം എന്ന് പറയുന്ന വാചകം നോക്കി. ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം എന്ന് പറയുന്ന വാചകം നോക്കി. അതെടുത്ത് അത് നോക്കിയേ. അതിന്റെ ആൻസർ നമ്മൾ എഴുതിയപ്പോ അതൊരു ചോദ്യമായതുകൊണ്ട് വാസ് നമ്മൾ ആദ്യം ചേർത്ത്. ആൻസർ എഴുതിയപ്പോ പാസീവ് വോയിസ് എഴുതിയപ്പോ വാസ് ആദ്യം ചേർത്തല്ലോ. വാസ് ആദ്യം ചേർത്ത്. അത് വെറുതെ ഡിഡ് വെച്ചാണ് ചോദ്യമാണ്. ഡിഡ് ആയിരുന്നു ആദ്യം. ഇവിടെ ഡിഡിന്റെ ആയതുകൊണ്ട് വാസിന്റെ മാറി. അത്രയുള്ള വ്യത്യാസം. ഏറ്റവും ആദ്യത്തേല് ഡിഡ് വന്നു കഴിഞ്ഞപ്പോ വാസ് നമ്മൾ ആദ്യം ചേർത്തു. പക്ഷെ ഇവിടെ ഡിഡിന്റെ ആയതുകൊണ്ട് വാസും നോട്ടും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് വാസിൻ എന്നാക്കി. ഇവിടെ നോക്കി, അതുകൂടി ഞാൻ പറയാം. ഡിഡിന്റ് എനിബഡി iron the shirt yesterday. ആരും എന്റെ ഷർട്ട് ഇന്നലെ തേച്ചില്ലേ? ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു. എന്താണ് ഷർട്ട്. വാസ് അല്ലെങ്കിൽ വാസ് ഉപയോഗിച്ചു. പിന്നെ നമുക്ക് നോക്കി ഡിഡിന്റെ പറഞ്ഞാൽ അപ്പൊ അത് വാസിന്റെ കൂടെ നോട്ട് കൂടി ചേർക്കാം. വാസ് നോട്ട് ഡിഡിന്റെ വന്നുകൊണ്ട് വാസ് നോട്ട്. ഇനി അയേൺ എന്നുള്ളതിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ അയേൺ, IRONED അയേൺ. അപ്പോ ആൻസർ എന്ത് വരും? ദ ഷർട്ട് വാസ് നോട്ട് അയേൺഡ് യെസ്റ്റർഡേ. അത്രയും വരെ. ഇത് നമുക്കിവിടെ നോക്കാം. നേരത്തെ നമ്മൾ ഏറ്റവും ആദ്യത്തേല് ഡിറ്റ് തുടങ്ങിയതുകൊണ്ട് നമ്മൾ വാസ് ആദ്യം പറഞ്ഞ പോലെ ഇവിടെയും നമ്മൾ ആദ്യം പറയേണ്ടത് ചോദ്യമാക്കേണ്ടത് വാസ് നോട്ടാണ്. അവിടെ വാസ് മാത്രം ഉണ്ടായിരുന്നത് വാസ് നോട്ട് ചേർക്കുക. അപ്പൊ വാസ് നോട്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, വായിക്കുമ്പോൾ തന്നെ ഒരു കല്ല് കടിക്കുന്ന പോലെ തോന്നും. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആയിരിക്കുന്ന മോഡലില് വാസ് നോട്ടും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് വാസിൻഡ്, വാസ് പ്ലസ് നോട്ടാണ്. അത് നമ്മൾ വാസിൻഡ് എന്നായിരിക്കും. WASN apostrophe T. വാസ് പ്ലസ് നോട്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ ഡയഗ്രം നമ്മൾ എഴുതുമ്പോൾ വാസിൻഡ്, ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻഡ്, ഡു പ്ലസ് നോട്ട് ഡോണ്ട്, ഡസ് പ്ലസ് നോട്ട് ഡസിൻഡ് എഴുതുന്ന പോലെ വാസ് പ്ലസ് നോട്ട് വാസിൻഡ്. ബാക്കിയുള്ള ശരിയാണ്. വാസിൻഡ് ദ ഷർട്ട് അയേൺഡ് യെസ്റ്റർഡേ. Wasn't the shirt ironed yesterday? ഇനി മനസ്സിലാവാണെങ്കിൽ പറഞ്ഞുകൊള്ളുക. ഓക്കെ ശരി. അപ്പൊ നമ്മള് ഇനി ഇതിൽ നിന്ന് വിട്ടിട്ട് അടുത്തിലോട്ട് പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഇടക്ക് വേറൊരു കാര്യം കൂടി വേണം. ശരി. നിങ്ങള് കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിലൊന്ന് ഇങ്ങോട്ട് പറയുകൂടി വേണം. എഴുത്ത് മാത്രം പോരല്ലോ, നമുക്ക് കുറച്ച് സംസാരം കൂടി വേണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ 5 വാക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത്രേ 5 ഞാൻ വെറുതെ കണ്ടീഷൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാട്ടോ. നിങ്ങൾക്കറിയാവുന്ന എന്ത് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കൊരു 5 വാക്ക് പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ പറയാം.
തെറ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം, ഞാനൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാകണമെന്നില്ല. അപ്പൊ ആ വിഷയത്തിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയാൻ സാധിച്ചില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വാട്ട് അവർ സബ്ജക്ട് ദാറ്റ് യു ലൈക്ക് മോസ്റ്റ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഷയം, ആ വിഷയത്തെ കുറിച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 വാചകം എന്തെങ്കിലും. Anybody? Yes. അനുല്ല. നിങ്ങളിങ്ങനെ പറയുന്ന കാര്യത്തിലും കൂടി വിമുഖത കാണിക്കുന്നില്ല. എഴുതാനായിട്ട് എല്ലാവരും മിടുക്കന്മാരും ഒക്കെയാണ്. ആ എഴുതുന്ന പോലെ തന്നെ പറയാനും കൂടി ശ്രമിക്കും. അപ്പൊ ഒരു പക്ഷേ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷെ പറയാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയൊരു അസൈൻമെന്റ് തരാം. അത് അടുത്ത പ്രാവശ്യം, നെക്സ്റ്റ് പ്രാവശ്യം വരുമ്പോൾ നിങ്ങളത് ഒന്ന് റെഡിയാക്കും. വേറെ ഒന്നുമല്ല, നിങ്ങൾ കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു സിനിമ, അത് ഏത് സിനിമകളിലായിക്കോട്ടെ, നിങ്ങൾ കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ട സിനിമ, ആ സിനിമയെ കുറിച്ച് നിങ്ങൾ ഒരു 5 സെന്റൻസ് ഏറ്റവും ചുരുങ്ങിയതെങ്കിലും പറയും. അടുത്ത വെനസ്ഡേ മതി. നിങ്ങൾ കണ്ടിട്ടുള്ള വെനസ്ഡേ അല്ല, അടുത്ത ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു സിനിമ, ആ സിനിമ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് വേറെ ആരോട് ചോദിക്കുകയോ സംശയം തീർക്കുകയും വേണ്ട, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. കാരണം തെറ്റ് പറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് തിരുത്താം. വേറെ ആളോട് ചോദിച്ച് നിങ്ങൾക്കറിയാവുന്ന പോലെ എഴുതുക. നിങ്ങൾക്കറിയാവുന്ന തെറ്റാണെങ്കിൽ ആ തെറ്റ് പറഞ്ഞാൽ മതി, നമുക്കത് കറക്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മതി. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കണ്ടേക്കാം, ഇപ്പോ മൈ ഫേവറേറ്റ് ഫിലിം, എന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ പറയുന്നത് ചെമ്മീനാണ് എന്റെ ഇഷ്ടപ്പെട്ട സിനിമ. ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചെമ്മീനാണ്. ദ ഹീറോ ഓഫ് ദ ഫിലിം സത്യൻ, ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ ഇന്നാണ്. ദ ഹീറോയിൻ ഈസ് ഷീല. ദ സ്റ്റോറി ഈസ് ഓൺ ദ സ്റ്റോറി ഓഫ് ഫിഷർമെൻ, മുക്കോന്മാരുടെ മത്സ്യബന്ധന തൊഴിലാളിയുടെ കഥയാണത്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പറയാൻ പോകുന്ന സിനിമയെ കുറിച്ച് പറയാൻ പറ്റുന്നത്, കണ്ട സിനിമയെ കുറിച്ച് പറയാൻ പറ്റുന്നത്, അത് അടുത്ത വണ്ടേ പറയുക. ഓക്കെ അല്ലേ? അതെ, അതുപോലും ആരും ഓക്കെ പറയാതെ. തിങ്കളാഴ്ച വരെ സമയമില്ലേ? വരുന്നുണ്ട്. ഓക്കെ ജിൻസി, ജിൻസിയൊക്കെ അവിടെ പോയി കണ്ടിട്ടെന്ന് ചോദിച്ചത്. ബിന്ദു, ഓക്കെ. തെറ്റ് പറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യുക. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ക്രമത്തിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതൊന്ന് വായിച്ചൊന്ന് പഠിക്കുക. എന്നിട്ട് നോക്കി പറയാതെ കഴിയാവുന്നതും പറയുക, അല്ലാതെ പറയുക, സ്പോണ്ടേനിയസ് ആയിട്ട് പറയുക. അപ്പൊ അങ്ങനെ പറഞ്ഞു പറയാനായിട്ടൊരു ധൈര്യം വരും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിനിമ, ആ സിനിമയുടെ എന്തുകൊണ്ട് നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടു, അതിന്റെ കഥയോ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്, അത് പഴയ സിനിമ ആയിക്കോട്ടെ, പുതിയ സിനിമ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഹീറോ ഇന്ന ആളാണ്, നായകൻ ഇന്ന ആളാണ്, ആ കഥ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അത് മുഴുവൻ അങ്ങനെ പറയാം. അപ്പൊ ഫിലിം ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് യു മോസ്റ്റ്, നിങ്ങൾ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സിനിമയെ കുറിച്ചിട്ടാണ് നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പൊ ഇതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആലോചിക്കാനും ചിന്തിക്കാനും വലിയ സമയമുണ്ട്. ആ രീതിയിലാണ് പറയാം. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതുന്നതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ നിന്ന് സിമ്പിൾ പ്രസന്റിലോട്ട് വരികയാണ്. ഇപ്പൊ നമ്മൾ 2 ടെൻസാണ് നമ്മൾ ആദ്യമേ പഠിച്ചത്. സിമ്പിൾ പ്രസന്റ് എന്നാണ് സിമ്പിൾ പാസ്റ്റ് എന്നാണ്. അത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് നമ്മൾ നോക്കി. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക, പാസീവ് വോയിസ് ഓഫ് PASSIV, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്, SIMPL, സിമ്പിൾ പ്രസന്റ്. Passive voice of
സിമ്പിൾ പ്രസന്റ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ നോക്കിയത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ്, സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിച്ച നിയമമല്ല സിമ്പിൾ പ്രസന്റിന് ഉപയോഗിക്കുന്നത്, അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ താഴെ നിങ്ങൾ എഴുതുക. ആദ്യം ഓബ്ജക്റ്റ് എഴുതണം. OBJECT ഓബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ഒരു സ്ലാഷ്, ആം സ്ലാഷ് ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ്. വെർബ് ആ വെർബ് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിൽ PP. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിൾ പാസ്റ്റ് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റിയപ്പോൾ വാസ് അല്ലെങ്കിൽ വേറാണ് ചേർത്തത്. സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ ചേർത്താൽ തെറ്റാണ്. എന്ത് ചേർക്കണം? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം. ബാക്കി നിയമങ്ങളൊക്കെ പഴയതുപോലെ തന്നെ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം. അപ്പൊ ഒരു വാചകത്തെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അത് ഏത് ടെൻസിലാണെന്ന് നോക്കണം. ടെൻസ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷമേ മാറ്റാവൂ. ടെൻസ് നോക്കാണ്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ തെറ്റിക്കും. അപ്പൊ ഒരു വാചകത്തെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന വാചകം ഏതാണെന്ന് നോക്കണം, ഏത് ടെൻസ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ടെൻസ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമായിരിക്കും. സിമ്പിൾ പാസ്റ്റിനെ എങ്ങനെ മനസ്സിലാക്കാം? സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമായിരിക്കും. ടെൻസ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞിട്ട് വേണം അതിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന സ്ട്രക്ചർ ഏതാണെന്ന് ചിന്തിക്കാൻ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് അല്ലെങ്കിലും വേറെ കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, എനി ഡൗട്ട്? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. സിമ്പിൾ പ്രസന്റിൽ ഒരു വാചകം ഞാൻ പറയാം. നിങ്ങൾ അത് ചെയ്യാൻ പറ്റും. ദ പ്രസിഡന്റ്, PRESIDENT, the president appoints, APPOINTS, appoints him. The president appoints, APPOINTS, appoints him. ഓക്കെ, നിങ്ങളൊന്ന് എഴുതി നോക്കി. അല്ലെങ്കിൽ ഇത് ഞാൻ പറയാൻ വേണേ അവരുടെ ഞാൻ പറയാം. നോക്കിക്കോ, എന്റെ അടുത്ത് നിങ്ങൾ എഴുതിയാൽ മതി. നോക്കി, ദ പ്രസിഡന്റ്. ഓ അഭിഷ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല. ലാസ്റ്റ് പറയാം. അഭിഷ, വെരി ഗുഡ്. പക്ഷെ ഓക്കെ ഓക്കെ, നൗഷാദ്, ഓക്കെ, ജിൻസി, ഓക്കെ 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 ഓക്കെ, ബിന്ദു, ഓക്കെ, ബിന്ദു രാജീവ്, ഓക്കെ. Okay, 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 okay. Yes. Okay. Jabir, okay. Jabir, okay. Ini, Nasima. Okay, 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 okay. Nasima, okay. Shika, okay. Okay. About the answer on the prayer. The president appoints him.
പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഹി, അവനെ. അത് നമ്മൾ തുടക്കമായി നമ്മൾ സബ്ജക്റ്റ് ആക്കി മാറ്റി ഇപ്പൊ ഹി എന്ന് മാറ്റി. ഹി. ഇത് നമ്മൾ നോക്കാം, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആണ്. ഇത് വരും, ഹിയുടെ കൂടെ ഈസ് വരും. ഹി ഈസ്. ഇനി അപ്പോയിന്റ് ആണ് വെർബ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അപ്പോയിന്റഡ്. ഹി ഈസ് അപ്പോയിന്റഡ് APPOINTED ബൈ ദ പ്രസിഡന്റ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ഇനി അടുത്തത് ദ ജഡ്ജ്, JUDGE, ജഡ്ജ്. ജഡ്ജ് find, FIND, find them, THEM, them guilty, GUILTY. The judge finds them guilty. ജഡ്ജ് അവരിൽ കുറ്റം കാണുന്നു. The judge finds, FINDS, finds them guilty, GUILTY. Okay, very good. Now Shida, Bindu Rajiv, Anusha, Jabire, past participate എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഒന്നുകൂടി നോക്കാം. ഷഫീന, അർഷൻ, ഷെറിൻ, മുബീന, ഷാഹന, ഋഷ്യ, ഷിഗ. പാസ്റ്റ് പാർട്ടിസിപ്പന്റ് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്യും. നസീമ, എന്റെ ഇടയ്ക്ക് ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. നസീമ, ഗിൽറ്റി വിട്ടുപോയി. യെസ്, ഞാൻ പറയട്ടെ? ഓക്കെ, ഇത് എല്ലാവരും ഒറ്റ ലൈനിലോട്ടായിരുന്നു. ഇത് രണ്ട് രീതിയിൽ എഴുതാൻ വേണ്ടിയത്, കാരണം ഇതിന്റെ അകത്ത് രണ്ട് ഓബ്ജക്റ്റ് കിടപ്പുണ്ട്. ഓക്കെ, ദ ജഡ്ജ് ഫൈൻഡ്സ് them guilty, അവരിൽ കുറ്റം കാണുന്നു. എന്ത് കാണുന്നു? ഓബ്ജക്റ്റ്, കുറ്റം. അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ആരെ? അവരെ. അപ്പൊ എല്ലാവരും ദം വെച്ചിട്ടാണ് എഴുതിയത്. ഇത് വേണമെങ്കിൽ ഗിൽറ്റി രണ്ട് രീതിയിൽ, ചില സെന്റൻസ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് രണ്ട് ഒബ്ജക്റ്റ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് രീതിയിൽ അത് എഴുതാൻ പറ്റും. ഞാൻ നിങ്ങൾ ആരെങ്കിലും അത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാറ്റുള്ളത്. അപ്പൊ ഇവിടെ എഴുതിയത് ഞാൻ വായിക്കാൻ മിക്കവരും എഴുതിയത് ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് ദമ്മായിട്ട് എടുത്തു. അപ്പൊ ദേ ആർ, ദേ കഴിഞ്ഞിട്ട് ആറ്. അത് കഴിഞ്ഞതിന് ശേഷം ഫൈൻഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫൗണ്ട് ആണ്, FOUND, ഫൗണ്ട്. ഫൈൻഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫൗണ്ട് ആണ്. അപ്പൊ they are found guilty by the judge. ശരിയാണ്, അങ്ങനെയാണ്. They are found guilty by the judge. ഇതിന് ഞാൻ ഇതൊക്കെ സിമ്പിൾ ആണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ചിന്തിക്കാൻ പറ്റുന്ന സംഗതി എഴുതുമ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻ ഒക്കെ തരാം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ശരിയാക്കുമെന്ന് എനിക്കറിയാം. പറഞ്ഞോ കേട്ടാ. They tell, TELL,
Ellen, tell the truth. They tell the truth. They tell the truth. Okay? They tell the truth. Okay, and the passive voice is they tell the truth. Bindu, Anusha, Naushida, Jabir, Arshana, Mubina, Rishya, Muf, Shafina, Nasima. Okay, 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 okay. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദ ട്രൂത്ത് ഇതാണ് ഓബ്ജക്റ്റീവ്. അവര് സത്യം പറഞ്ഞു, ദ ട്രൂത്ത്. അത് കഴിഞ്ഞാല് എന്ത് വരുന്നു? ഈസ് അല്ലെങ്കിൽ അതല്ല, ഈസ് വരും. ഈസ് കഴിഞ്ഞ ശേഷം ദ ട്രൂത്ത് ഈസ് അപ്പൊ കറക്റ്റ് ആയി ആൻസർ ദ ട്രൂത്ത് ഈസ് ടോൾഡ് ബൈ ദ. അപ്പൊ നമ്മള് ആറ് വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഈസ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആം ഏതിന്റെ കൂടെയാണ് വരുന്നത്? ഏത് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ആം വരുന്നത്? ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഐയുടെ കൂടെ മാത്രമേ അല്ലേ ആം വരുള്ളൂ. ഐ കഴിഞ്ഞാൽ ഈസ് വരും. ഐ കഴിഞ്ഞാൽ ഈസ് വരും. നോ, വരൂല അല്ലേ? അപ്പൊ ഞാൻ ഒരു കുസൃതി ചോദ്യം പോലെ ചോദിക്കാം. ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്ന ഒരു സെന്റൻസ് ആർക്ക് പറയാൻ പറ്റും? ഐ കഴിഞ്ഞാൽ ഈസ് വരൂല നിങ്ങൾ പറഞ്ഞ് സമ്മതിച്ചു. ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്ന ഒരു വാചകം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെരി ഗുഡ്. അക്ഷർ, ഷെറിൻ. ഐ ഈസ് an alphabet. വെരി ഗുഡ്. അവിടെ ഐ കഴിഞ്ഞാൽ ഈസ വരുള്ളൂ. ആ ഐ എഴുതുമ്പോ ആ ഐ എന്നുള്ള ഒരു ഇൻവെർട്ടഡ് കോമയാണ്. ഇനി അത് നമുക്ക് വേറെ രീതി പറയാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എത്രാമത്തെ അക്ഷരമാണ് ഐ? 9ാമത്തെ അക്ഷരമാണ് അല്ലേ? അപ്പൊ നമ്മൾ അത് ഇംഗ്ലീഷിൽ പറയും. ഐ എന്നുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാകുന്നു എന്ന് പറഞ്ഞു. ഐ ഈസ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ല പറയാൻ പറ്റും. അവിടെ ഐ എന്ന് പറഞ്ഞ ഞാൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഇംഗ്ലീഷ് ലെറ്റർ. അപ്പൊ ഇങ്ങോട്ട് കോമേന്റ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു തമാശക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ഇനി ഞാൻ ഇപ്പൊ സിമ്പിൾ പ്രസന്റ് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം സിമ്പിൾ പാസ്റ്റ് ആദ്യം പറഞ്ഞ അതേ നിയമങ്ങൾ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം വരുന്നത് വാസ് അല്ലെങ്കിൽ വേറിന് പകരം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആകുന്നത് മാത്രം. അപ്പോൾ ഉള്ള സിമ്പിളായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരെണ്ണം മാറ്റി പറയണേ, ചിന്തിച്ചത്. Does anybody, ANYBODY, anybody trouble, TROUBLE, trouble me? Does anybody trouble, TROUBLE, trouble me? Me. Does anybody trouble me? And a question mark. Okay.
നൗഷിത ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റാർട്ടിങ് ആ ഓക്കെ 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 ഓക്കെ. ബിന്ദു നൗഷിത മുബീന ജബീർ ഓക്കെ 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 ഷബീന ഓക്കെ 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 ഓക്കെ. അതിപ്പോ നേരത്തെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായി. ഓക്കെ 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 ശരിയാണ്. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യം എഴുതി കാണിച്ചത് നഫീനെയാണ്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി, എന്നാലും പിന്നെ പറയുന്നത് കറക്റ്റ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡസ് എനിബഡി ട്രബിൾ മീ എന്ന് ചോദിച്ചു. ഓബ്ജക്റ്റ് എന്താണ്? മീ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അതിൽ കൂടി വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും മാറ്റി? ഐ ആയിരിക്കും മാറ്റി. ഐ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. ഐയുടെ കൂടെ എന്താ പറയാ? ആംബിൾ. അയാ. ഓക്കെ. ട്രബിൾ എന്നുള്ളതിന്റെ പോസ്റ്റ് പാർട്ടിസിപ്പിൾ സഫന കറക്റ്റ് ആണ്. ട്രബിൾ എന്നുള്ളതിന്റെ പോസ്റ്റ് പാർട്ടിസിപ്പിൾ ട്രബിൾഡ്. അപ്പൊ ഐ ആം ട്രബിൾഡ്. ഇത് ചോദ്യമായതുകൊണ്ട് ആം എടുത്ത് നമ്മൾ ആദ്യം പറയാം. അപ്പൊ എന്ത് വരും? ആം ഐ ട്രബിൾഡ്. ആം ഐ ട്രബിൾഡ്. ഇനി ഒരെണ്ണം കൂടി. വൺ മോർ. Does DOES. Does anybody 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 help him? പറയാ. Does DOES. Does Shafina, here you go. Does DOES. Does anybody 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 help 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 him HIM. ജബീറെ ചെറിയ മിസ്റ്റേക്ക് പറ്റി, സ്പീഡ് കൂടി ഇപ്പൊ. നൗഷിദ, അനുഷ, അർഷന, സഹാന, അഞ്ജു, ജിൻസി, ഓക്കെ ഓക്കെ, ഷഫീന, ഷിക, ദൃശ്യ, മുഫിദാസ്, മുബീന, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് നൗഷിദ് തന്നെയാണ് ആദ്യം കറക്റ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. നസീമ, ഞാൻ വായിക്കാം, എന്റെ ആൻസർ ചെയ്യാൻ വായിക്കാം. നോക്കി. ഡസ് എനിബഡി ഹെൽപ്പ് ഹിം? ആരെങ്കിലും അവനെ സഹായിക്കാറുണ്ടോ? ഓബ്ജക്റ്റ് എന്താണ്? ഹിം ആണ്. ആരെ? അവനെ. ഹീ നമ്മൾ എടുത്തു, ഹീ എഴുതി. ഹീയുടെ കൂടെ എന്ത് വരും? ഈസ് ആം അല്ലെങ്കിൽ ആറില് ഈസ് വരും. അപ്പൊ ഹീ ഈസ്. ഹെൽപ്പ് എന്നുള്ളതിന് എന്ത് വേണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്, HELPED. അപ്പൊ ഹി ഈസ് ഹെൽപ്ഡ്. പിന്നെ നമുക്ക് ചോദ്യമാക്കണ്ടേ? കാരണം തന്നിരിക്കുന്ന ചോദ്യമല്ലേ. ആ ഓക്സിലറി ബന്ധപ്പെടുത്തിട്ട് ആദ്യം പറയുക, ഈസ് ആദ്യം പറയുക. അപ്പൊ എങ്ങനെ വരും? ഈസ് ഹി ഹെൽപ്ഡ്, ഈസ് ഹി ഹെൽപ്ഡ്. ഓക്കെ. അപ്പോ രണ്ട് ഘട്ടങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും ടെൻസ് നമ്മൾ പറഞ്ഞു.
ആ രണ്ടിന്റെയും പാസീവ് വോയിസ് എങ്ങനെ എഴുതണമെന്നുള്ളത് പറഞ്ഞു. ഇനി കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ടൈപ്പുള്ള പാസീവ് വോയിസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം കുറച്ച് ചികിത്സകളും ചെയ്യുന്നുണ്ട്. ഇനി വേറെ ലെൻസ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ ചെയ്യാം. അപ്പൊ മറക്കണ്ട, അടുത്ത ആഴ്ചയിൽ വരുമ്പോ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് ഒരു റിവ്യൂ, നിങ്ങളുടേതായ അഭിപ്രായം, ആരോടും ചോദിക്കാതെ നിങ്ങളുടേതായ രീതിയിൽ, തെറ്റിനെങ്കിൽ തെറ്റിക്കോട്ടെ, ആ രീതിയിൽ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. നമുക്ക് നമ്മളുടേതായ രീതിയിൽ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾ തന്നെ തയ്യാറാക്കാൻ സബ്ജക്റ്റ് വരുമ്പോ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് എഴുതുക. കാരണം വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പറയാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതങ്ങനെ റെഡിയാക്കുക. ഓക്കെ ആക്കുക. സോ വി വിൽ മീറ്റ് ഓൺ മൺഡേ. ഓക്കെ, ബൈ. Thank you, sir. Thank you, sir. Welcome. Thank you, sir. Welcome. Okay.